പോകുന്നത് ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. അതിപുരാതന കാലത്തേ ഉള്ളൊരു ക്ഷേത്രമാണ് ഇത്. കണ്ണൂർ ജില്ലയിലെ വെല്ലന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. വെല്ലന്നൂർ ചെക്കിക്കുളം പോകുന്ന റൂട്ടിലാണ് ഈ ക്ഷേത്രം വരിക. അപ്പോൾ നമുക്കൊന്ന് അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് വരാൻ വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഇത് വാട്സപ്പിൽ അയക്കുന്ന മെസ്സേജ് ഉണ്ടല്ലോ, നമ്മൾ ഇതിൻ്റെ ലിങ്ക് അയക്കുന്നുണ്ടല്ലോ, ആ ലിങ്ക് ഇനി മുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റസിൽ മാത്രമേ ഞാൻ ലിങ്ക് ഇടൂ. കാരണം എന്ന് വെച്ചാൽ മറ്റുള്ളത് അനേകം നമ്പറുണ്ട്. അത്രയും എന്താ പറയുക 3-4 മണിക്കൂർ പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് കാണുന്ന ഓർഡർ വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടുന്നില്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ വന്നാൽ മതി. ഏതിൽ സ്റ്റാറ്റസിൽ വന്നു കഴിഞ്ഞാൽ, വാട്സപ്പിൽ സ്റ്റാറ്റസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ലിങ്ക് ഞാൻ അതിൽ ആഡ് ചെയ്യാം. അപ്പം മറന്നു പോരുത്, എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നല്ല നല്ല കമൻസ് അയക്കണം, ഡബിൾ ബെല്ലൈക്കൺ അമർത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. ഇതാണ് ക്ഷേത്രം. ഇവിടെ ഒരു കുഴിയിലാണ് വരിക. അത് ഇതിലേ പോകണ്ട അപ്പുറത്തേ പോകണ്ടെന്ന് അറിയില്ല, നോക്കട്ടെ. അപ്പോൾ അങ്ങ് കാണുന്നതാണ് റോഡ്. പൈപ്പിടാൻ വേണ്ടി മുറിച്ചിട്ട് മൊത്തം പണിയിട്ടിട്ടാകും. ഇതാണ് ക്ഷേത്രം കേട്ടോ. അപ്പോൾ ഇവിടെ ചുറ്റുമതിൻ്റെ എല്ലാം എന്തോ വർക്ക് ബാക്കി വെച്ചിട്ടുണ്ട്, അത് ആയിട്ടില്ല. അതിന് രുചി വരണം എന്നും പറഞ്ഞ് എന്നോട് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഇതാണ് ക്ഷേത്രം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അധികാരം എടുത്തുന്ന പെർമിഷൻ വാങ്ങിയിട്ട് നമുക്ക് എന്താ വേണ്ടത് ചെയ്യാം. ഇതാ ശ്രീകൃഷ്ണ പരുന്നുണ്ടോ വലമ്പക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വന്നപ്പം തന്നെ കണ്ടില്ല, കാണുന്നുണ്ടെന്ന് എൻ്റെ വിശ്വാസം. ഇതാ ശ്രീകോവിൽ വലം വെക്കുന്ന കണ്ടോ? 2 ശ്രീകൃഷ്ണ പരുന്ത് വന്നിട്ടാണ്, കണ്ടില്ലേ നിങ്ങൾ? ഞാൻ പറയുമ്പോൾ എപ്പം പറയുന്നില്ല, എല്ലാവരും പറയും വെറുതെ പറഞ്ഞാണ്. നമസ്തേ, എന്താ പേര്? ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ അല്ലേ? പണ്ട് കാലത്തെ ക്ഷേത്ര കമ്മിറ്റിയിലുള്ള ആളാണല്ലേ? പണ്ട് ചെറിയ പ്രായം, നമ്മൾ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുന്നത് ഉള്ളതാണല്ലേ? ഏകദേശം എന്ന് വെച്ചാൽ നിങ്ങളറിവിൽ എത്ര കൊല്ലത്തെ പഴക്കമുണ്ടോ? ഒരു 3500 ഉണ്ടോ? നമ്മൾ 1500 അല്ല, ഏകദേശം പൂർവികന്മാർ പറഞ്ഞത് ടിപ്പുവിൻ്റെ കാലത്ത് ഉള്ളതാണ്. അത് തറ മാത്രമേ ഉണ്ടായില്ല അന്നേരം? അന്ന് തറയല്ല, തറേൻ്റെ മുകളിൽ ഒരു ശ്രീകോവിലിൻ്റെ കുറച്ച് ഭാഗം ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ തകർന്നു പോയതായിരുന്നു അല്ലേ? എല്ലാം തകർന്നതാണ്. നമ്മൾ കാണുമ്പോൾ കാട് പിടിച്ച് അതിൻ്റെ അകത്തൊരു കിണറ്, അതെ അതെ, അതിൻ്റെ മുകളിൽ ഒരു ശ്രീകോവിൽ
അതിന്റെ മുകളിൽ കാടായിരുന്നു. ആ അല്ല എന്നോട് പറഞ്ഞായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴി പോലത്തെ സ്ഥലത്താണ് ഇതുണ്ടായത്. പിന്നെ 2 മരം ഉണ്ടായിരുന്നു ഇതിനടുത്ത്. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം എന്തായാലും ഈ പോസിറ്റീവ് എനർജിയിലെ ക്ഷേത്രം എന്നുള്ളത് 100% ഉറപ്പാണ്. ശ്രീകൃഷ്ണ പരുന്ന് നേരത്തെ വന്ന് വലം വെക്കുന്നുണ്ട്. കണ്ടി ഞങ്ങൾ ഉണ്ടോ ശ്രീകൃഷ്ണ പരുന്താ ശ്രീകോവില് നേരത്തെ വലം വെച്ച് പോയതാണ്. ഞാൻ ഇതിൽ വീഡിയോ എടുത്ത് പിന്നെ ഇനി ഉള്ള നിങ്ങളെ പരിപാടി എന്താണ്? ഇനിയിപ്പോ നമ്മള് കുറേ കൊല്ലം നമ്മള് പ്രയത്നിച്ചിട്ടാണ് ഏകദേശം ഇത്രയും പേര് എത്തിച്ചത് അല്ലേ? ഇനി അന്നദാനത്തിനുള്ള ഒരു സൗകര്യമാക്കണം. അത് നിങ്ങൾ ഈ കാണുന്ന ഈ സ്ഥലമല്ലേ അല്ലേ? ഇവിടെയാണ് ഇവരെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എന്ന് വെച്ചാൽ ഇവർ ഈ കമ്മിറ്റിയിലുള്ള സമയത്ത് തന്നെ എന്ന് വെച്ചാൽ ഭഗവാന്റെ മുന്നിൽ തന്നെ ഒരു അന്നദാനം കൊടുക്കാനുള്ള ഒരു സംവിധാനം അല്ലേ? അത് പിന്നെ നിങ്ങൾ പിന്നെ പേര് പറയും? എൻ്റെ പേര് സന്തോഷ് കുമാർ അല്ലേ? പിന്നെ അത് നിങ്ങൾ എങ്ങനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു? മാസത്തിലാണോ അല്ലെ ആഴ്ചക്കാണോ എങ്ങനെയാണെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മുന്നേ ഇവിടെ ബാലാലയ പ്രതിഷ്ഠയുള്ള സമയത്ത് നമ്മള് തിരുവോണ ദിവസം മാസത്തില് തിരുവോണ നാളിൽ ഭഗവാന്റെ പിറന്നാളായെന്ന് നമ്മള് അങ്ങനെ കൊടുക്കാനാണ് തീരുമാനിച്ചല്ലേ? ഭഗവാന്റെ പിറന്നാളായെന്ന് നമ്മളത് കൊടുത്തിരുന്നു. നേരെ ഒന്നുമില്ല. ബാലാലയ പ്രതിഷ്ഠ ചെറിയൊരു ഇതായിട്ടാണല്ലേ? ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പൊ നമ്മള് ഫ്രണ്ടിലേത്ത സ്ഥലം പിറകിലത്തെ സ്ഥലം നമ്മൾ വിലക്കെടുത്തതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നിങ്ങളുടെ അന്നദാനശാല അവർ 2 നിലയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കമ്മിറ്റി ഓഡിറ്റോറിയം പോലെ നമ്മൾക്ക് ഇവിടെ കല്യാണമെല്ലാം ഉണ്ടെങ്കിൽ ശാന്തി മഠവും പിന്നെ അന്നദാനശാലയും. അപ്പം അങ്ങനെ പിന്നെ ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ എടുത്തു കൊടുക്കാൻ പറ്റുന്ന വീട്ടിലുണ്ടെങ്കിൽ അത്രയും സന്തോഷം. അത്രയും പോസിറ്റീവ് എനർജിയുള്ള സ്ഥലമാണ്. അപ്പം ധാരാളം ക്ഷേത്രത്തിൽ നിങ്ങൾ ഒത്തിരി ഉപകാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് ധാരാളം നമ്മളെ ഈ ഇതിൽ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തരിക. ഇവിടെ ഒന്നെങ്കിൽ കല്ല് തരുമ്പോൾ കല്ലിറക്കി തരിക അല്ലേ? ഓരോരോ സാധനം അങ്ങ് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ചെയ്താലും മതി. ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ് കേട്ടോ. അവർ അതിന് വേണ്ടി എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കിയുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിന് അടുപ്പിച്ച് തന്നെ വരിക. ഒത്തിരി പേർക്ക് അന്നദാനം കൊടുക്കാനും എല്ലാം പറ്റും. പിന്നെ നാനാദേശത്തു നിന്നും ആൾക്കാർ വന്നു ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ നിങ്ങളും അതുപോലെ വരിക, ഭഗവാന്റെ ഇവിടുത്തെ കാര്യങ്ങളിൽ പങ്കുചേരുക. എന്നിട്ട് ഭഗവാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ബാക്കിയുള്ള വിശേഷ വിവരങ്ങളെല്ലാം നമ്മൾ ഏകദേശം ഇദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. നല്ല നമസ്കാരം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അഥവാ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ മറ്റൊന്നും ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതൊന്നും ഇവിടുത്തെ ആവശ്യത്തിന് വരാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റുമല്ലോ. 9995561 ഇതിൽ വിളിച്ചാൽ മതി അല്ലേ? ഇതൊരു നമ്പറിലേ ഉള്ളൂ. പേര് കൂടി പറയും. സന്തോഷ് കുമാർ. നിങ്ങൾക്ക് ഒന്നെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ നിർമ്മാലയം ചേർത്താനോ അല്ലെങ്കിൽ വഴിപാടിൻ്റെയോ അല്ലെങ്കിൽ പിന്നെ ക്ഷേത്ര അന്നദാനശാലൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ മുഖപടം ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇദ്ദേഹം കോൺടാക്ട് ചെയ്താലും ഇദ്ദേഹം ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ ഉള്ളിലാണ്. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രമല്ല ഏറ്റവും ഇളയ ആളാണ് നിങ്ങൾ അല്ലേ? അതുകൊണ്ട് എനിക്കൊരു പ്രതിഷ്ഠ നടത്തേണ്ടത് ഭഗവാൻ പ്രതിഷ്ഠ നടത്തേണ്ട ഒരു അനുഭവം എനിക്ക് ഭഗവാൻ ഉണ്ടാക്കി തന്നു അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരാളെ കൈമേലാണ് എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അതിന് വേണ്ടുന്ന നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അദ്ദേഹം അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു തരും. എന്നാൽ നല്ല ചായയും ഭക്ഷണവും എല്ലാം നന്ന അമ്മയാണ്. ഭഗവാൻ ഇവരുടെ ഒരു കാലത്ത് ഭഗവാന്റെ അത്രയും പ്രിയപ്പെട്ട ആളാണ് അല്ലേ? ഇവിടെ മദ്രസ സമിതി ഉണ്ടമ്മേ? എത്ര പേരുണ്ടത്? 21 ആളുണ്ട് അല്ലേ? ഇപ്പോൾ ഉണ്ടല്ലേ? ഉണ്ടാവും അല്ലേ? ഇത് ക്ഷേത്രത്തിലെ അമ്മമാരിലെ ഒരാളാണേ. അപ്പോൾ അതിന് സെക്രട്ടറി പ്രസിഡന്റ് പറയുന്നുണ്ടോ? എല്ലാവരും ഉണ്ടല്ലേ? എന്നാൽ അന്നദാനം കൊടുക്കാൻ കേട്ട് നിങ്ങളെ കൈ കൊണ്ടല്ലോ കേട്ടാ. എന്നാൽ നല്ല നമസ്കാരം. എന്നെ വിളിക്കണം അന്നദാനത്തിന്. ഉണ്ടായില്ല അല്ലേ? അങ്ങനെയല്ല, ഇത് അന്നദാനം മണ്ഡപമായി കഴിഞ്ഞ ശേഷം. ക്ഷേത്രത്തിന് കിണറടി വരുന്നത് ഉള്ളില ശ്രീകോവിലില്ല, പുറത്ത് കിണറില്ല അല്ലേ? അവിടെയാണല്ലോ അല്ലേ? ഇവിടുന്ന് വെള്ളം എടുക്കുന്നു. ഭഗവാൻ ഒന്നും എത്തിക്കുന്നയാ? ചേച്ചിൻ്റെ വരുന്ന
തങ്കമണി അല്ലേ? ഇവിടെ അടിച്ചു കഴിക്കലാന്നല്ലേ? അതൊന്നുമില്ല. എന്താ ജോലി? ആ അത്ര അങ്ങനത്തെ സേവനം തന്നെ. അത് എന്തായാലും കുഴപ്പമില്ല. ഇത് ചുണ്ടങ്ങ അല്ലേ ഇത് അല്ലേ? ആ ചുണ്ടങ്ങ ഭഗവാന് പൂജക്ക് ഉപയോഗിക്കുന്ന ഈ നമ്മൾ പിന്നെ തർപ്പണത്തിനെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കും. പിന്നെ എന്താ ജോലി ചെയ്യുന്നത്? ഗൃഹഭരണമാണ്. ബാക്കിയുള്ള സമയത്ത് ഭഗവാൻ എടുക്കും അല്ലേ? എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ പോയാൽ എന്നെ പിടിച്ചു വെച്ചിട്ട് ഇവളെയും കൂടി എടുക്കുന്നു മറ്റല്ലേ? അല്ലെങ്കിൽ വണ്ടി മുകളിൽ കുറച്ച് അയലുകളും പോയിട്ടുണ്ടാവൂലേ? അപ്പോൾ അതാണ്. അപ്പോൾ എന്തായാലും ഭംഗിയായിട്ട് ചെയ്യും. അതീവ പോസിറ്റീവ് എനർജിയിൽ ഭഗവാൻ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ എവിടെയോ കിടക്കുന്ന നമ്മളൊന്നും ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ മൂലമൊന്നും ആരും അറിയില്ല ഇങ്ങനെ സംഭവം ഉള്ളതിന്. ആർക്കും അറിയാം. ഈ ഭാഗത്തുള്ള കൂട്ടർക്ക് അറിയാമെന്നല്ലാണ്ട് പുറമൊന്നും ആർക്കും അറിയില്ലല്ലോ ഇങ്ങനെ ക്ഷേത്രം ഉള്ളത്. അപ്പോൾ എന്തായാലും പിന്നെ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ കേട്ടോ. നിങ്ങളെ പിന്നെ എന്ത് പരാതി ഉണ്ടെങ്കിലും പറയില്ലല്ലോ, അല്ല ഉള്ളിൽ വെച്ച് നടക്കലല്ലേ? അതന്നെ, അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ്. അതെ, അതെ. ഭർത്താവ് എന്ത് ചെയ്യുന്നു? ജോലി ചെയ്യുന്നു? പിന്നെ